ശമ്പളക്കാർക്കൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ വേണ്ടിയുള്ള ഫോം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ടാവും. ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയ റേറ്റ് പ്രകാരമാണ് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നത് എങ്കിൽ അവർക്ക് 80C മുതൽ 80U വരെയുള്ള ഒരുപാട് ഡിഡക്ഷൻസിന് എന്തുണ്ട്, അർഹതയുണ്ട്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ടോട്ടൽ വരുമാനത്തിൽ നിന്ന് നമ്മളെ വരുമാനം കുറക്കാൻ വേണ്ടി സർക്കാർ തന്നിരിക്കുന്ന ഒരു ആനുകൂല്യമാണ്. പക്ഷെ സർക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സമ്പാദ്യത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ 80C എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം ഒരു 1.5 ലക്ഷം രൂപയുടെ ഇളവ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് LIC പോലെയുള്ള ഇൻഷുറൻസിൽ ജോയിൻ ചെയ്തിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ട് അതിന്റെ ഇളവ് ക്ലെയിം ചെയ്യലാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടച്ചിട്ട് ഇളവ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വർഷം മുതൽ നിങ്ങളുടെ പോളിസി നമ്പറും ഡോക്യുമെന്റ് ID-യും കൂടി എന്ത് ചെയ്യണം, റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ വർഷം നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ.